ബംഗളൂരുവിലെ ലക്ഷങ്ങളുടെ ജോലി കളഞ്ഞ് വിനോദ് നാട്ടിലേക്ക് ഇറങ്ങിയത്. ഉള്ള സമ്പാദ്യത്തിന് നല്ലൊരു ഭാഗം ചെലവഴിച്ച് പശുഫാം നിർമ്മിച്ചു. പ്രവർത്തനാനുമതി ലഭിക്കാൻ പഞ്ചായത്തിലും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസുകളിലും 1 വർഷത്തിലധികമായി കയറിയിറങ്ങുകയാണ് വിനോദ്. അതും വ്യവസായ സൗഹൃദമെന്ന് പരക്കെ വീമ്പ് പറയുന്ന നമ്മുടെ നാട്ടിൽ. കോവിഡ് സമയത്ത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു 4 വർഷത്തെ എൻ്റെ കോവിഡ് സമയത്ത് ലക്ഷങ്ങളുടെ വാർഷിക വരുമാനമുള്ള ജോലി, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന ഒരുപാട് യുവാക്കളുടെ സ്വപ്നമായിരിക്കുന്ന ജോലി ഉപേക്ഷിച്ചിട്ട് സ്വന്തം നാട്ടിൽ ഒരു ഫാം തുടങ്ങാൻ വേണ്ടിയിട്ട് പാലക്കാട് മങ്കരയിലുള്ളൊരു യുവാവ് ഇറങ്ങി പുറപ്പെട്ടു. അപ്പോൾ അയാൾക്ക് സംഭവിച്ചത് എല്ലാവിടെയും സംഭവിക്കാവുന്നതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചത്. ഇതിൽ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നല്ല തന്നെയാണ്, ചെയ്യണ കാര്യങ്ങൾ നല്ല തന്നെയാണ്. നാട്ടിൽ സംരംഭങ്ങൾ വേണം, പുതിയ പുതിയ യൂണിറ്റുകൾ ഒരുപാട് വരണം, പിന്നെ കർഷകർ വേണം. അപ്പോൾ അതിന് നടന്ന കാര്യം എന്താണെന്ന് നമുക്ക് തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ആളെവിടത്തെയാണ് എന്താന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുതരാം കേട്ടോ. മങ്കരയിൽ ജോലി ഉപേക്ഷിച്ച് പശുഫാം തുടങ്ങിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വിനോദിന്റെ ദുരിതകഥ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. 65 ലക്ഷം രൂപ ചെലവിട്ട് പശുഫാം തുടങ്ങാൻ ഇറങ്ങി തിരിച്ച വിനോദിന് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരുടെ പിടിവാശിയും മെല്ലപ്പോക്കും കാരണം ലൈസൻസ് കിട്ടിയില്ല. മങ്കരയിലുള്ള യുവാവായിരുന്നു ഞാൻ പറഞ്ഞത്. 65 ലക്ഷം 40 ലക്ഷം രൂപയാണ് വാർഷിക വരുമാനം. 65 ലക്ഷം രൂപയോളം മുടക്കിയിട്ടാണ് ഈ ഫാമിന്റെ ഇതിലേക്ക് ഇറങ്ങിയത്. മലിനീകരണ നിയന്ത്രണ ബോർഡാണ് അവസാനമായിട്ട് അതായത് അതിന് ലൈസൻസ് കൊടുക്കാതിരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ ഓരോ സംരംഭമായിട്ട് പോണവർക്കൊക്കെ അനുഭവിക്കുന്ന ഓരോ കാര്യമാണ്. എനിക്കും അതിലൊരു അനുഭവമുണ്ട്. അതെന്താണെന്ന് ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റ് പറയാം കേട്ടോ. അടുത്തത് കണ്ടു നോക്കാം. കൃത്യമായി പഠനം നടത്തിയ ശേഷമാണ് വിനോദ് ഫാം തുടങ്ങിയത്. മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ പേരിലാണ് ഉദ്യോഗസ്ഥരുടെ കടുംപിടുത്തം. ഫാമിന്റെ പരിസരത്തെങ്ങും വീടുകളില്ല. ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് മനസ്സിലാക്കിയ വിനോദ് ശാസ്ത്രീയമായി ചാണകം ഉണക്കി സൂക്ഷിക്കാനും ഗോമൂത്രം ഉൾപ്പെടെ സംഭരിക്കാനുമുള്ള സൗകര്യങ്ങൾ ഫാമിൽ ഒരുക്കി. എന്നാൽ ഗോമൂത്രം മണ്ണിലൊഴുക്കാൻ പാടില്ല എന്നായി അടുത്ത നിബന്ധന. കേരളത്തിൽ മാത്രമേ പശു ഫാമിന് അപ്പോ അവര് അതിലും ഒരു ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ചു. മണ്ണിൽ ഒഴുക്കാൻ പറ്റില്ല എന്ന് ഗോമൂത്രം. ഈ മൂത്രം ഒഴിക്കണ നമ്മുടെ നാട്ടിലൊക്കെ മേക്കാൻ കൊണ്ടുള്ള മാടുകളുടെ മൂത്രം ഇപ്പൊ ബക്കറ്റിൽ പിടിച്ച് നടക്കേണ്ടി വരുമോ? മണ്ണിൽ കലരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് മണ്ടത്തരമായിട്ടുള്ള അതായത് നമ്മൾക്ക് സംരംഭം തുടങ്ങാനും നമ്മൾക്ക് ഉള്ള ഒരു കാലാവസ്ഥയും അന്തരീക്ഷവും ഇവിടെ ഉണ്ടെങ്കിലും ചില ഉദ്യോഗസ്ഥര് അവരുടെ പിടിവാശിന്റെ മേലിൽ തുടങ്ങാൻ വിടില്ല. അതാണ് അതിന്റെ അതെ സത്യം. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇത്രയും അയാൾ അതിനെക്കുറിച്ച് പഠനം നടത്തി, അത്രയും എഫേർട്ട് എടുത്ത്, അത്രയും നോളജ് ഉള്ള ഒരാൾ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് നോളജ് ഉള്ള ഒരാൾ പോയിട്ടാണ് ഈ അവസ്ഥ. ഒരു വിവരവും വിദ്യാഭ്യാസവും ഒന്നുമില്ലാത്ത ആളായിരിക്കും ചിലപ്പോൾ പശുഫാം നടത്താം, പശുവിന് എന്തായാലും ABCD പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുക. അപ്പോഴായിരിക്കും ഓരോ കാര്യങ്ങൾ. അടുത്ത കേട്ട് നോക്കാം. മാത്രമേ പശു ഫാമിന് ലൈസൻസ് ആവശ്യമുള്ളൂ. ബാക്കി ഏത് സ്റ്റേറ്റിലും ഇത് ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു പല ഫാമുകളിൽ പോയി ഇതിനെങ്ങനെ ചെയ്തെടുക്കാന്നുള്ള ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു പ്ലാനാണിത്. ചാണകത്തിൽ കലരാത്ത ഈ വെള്ളത്തിനെ മണ്ണിൽ കൂടെ വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ കൂടെ ഒരു ഐഡിയ മിക്സ് ചെയ്തിട്ട് ഞാൻ തെളിയിച്ചു കൊടുത്തു. അപ്പോൾ അതിൽ ഈ ഒരു 10 പശുക്കളെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. വെറും 200 ലിറ്റർ വെള്ളം മാത്രം മതി. ചാണകം നമ്മൾക്ക് വേസ്റ്റേജ് ഇല്ല. ചാണകം നിങ്ങൾക്ക് സൂക്ഷിച്ചു വെച്ചാൽ എനിക്ക് ഒരു 4 ടൺ വരെ സൂക്ഷിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടുതൽ പണം ചെലവഴിച്ച് എല്ലാ അപ്പൊ 4 ടണ്ണ് വരെ ചാണകം എടുത്തു വെക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി. അപ്പൊ ഇവര് പറഞ്ഞ പോലെ ഈ വെള്ളത്തിൽ കലരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളത്തിലൂടെ തന്നെ എന്തോ ഒരു ലിക്വിഡും കൂടി തയ്യാറാക്കിയിട്ട് അതിലേക്ക് കൂടെ ലയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം ഉണ്ടാക്കി. അതൊക്കെ ഈ ഒരു വിദ്യാഭ്യാസമുള്ള കാര്യം കൊണ്ടാണ്. എന്തൊക്കെ ചെയ്ത് കണ്ട് പോയിട്ടും അവര് കൊടുത്തില്ല. അപ്പോ ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. ഒരു സംരംഭകനും വേണ്ട, ഒരുത്തനും വളരണ്ട, അങ്ങനെ ആരും സംരംഭകനാകണ്ട, കൃഷികൾ വേണ്ട. കൃഷി ഇതിപ്പോ നമ്മള് കേൾക്കുന്നുണ്ടാവും ഓരോ കർഷകർ അവിടെ ആത്മഹത്യ ചെയ്തു, ഇവിടെ ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ടാണ് ഒരു ആത്മഹത്യ ചെയ്യുന്നത്? കണ്ടില്ലേ? ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്താണെന്ന് തന്നെ ചില ആൾക്കാർക്ക് അറിയത്തില്ല. അത് എവിടെയാണെന്ന് അറിയത്തില്ല. അത് തേടി പിടിച്ച് കണ്ടുപിടിച്ച് പോയാലോ അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ കേൾക്കുമ്പോൾ ഈ പരിപാടികൾ വേണ്ടാന്ന് വെക്കും. അപ്പോഴേക്കും ഇവൻ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നിരിക്കും. ഇയാളെ 65 ലക്ഷം രൂപയോളം ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇതിന്റെ ലൈസൻസ്. അതാണ് നമ്മൾക്ക് ആദ്യം ആലോചിക്കേണ്ട കാര്യം. അതായത് നമ്മളൊരു ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി പോകുമ്പോൾ അതിന് ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും അതിന്റെ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ലൈസൻസിന് പോകുന്നത്. ആദ്യമേ ഒരു ലൈസൻസ് തരട്ടെ, അല്ലെങ്കിൽ തരില്ല എന്ന് പറയട്ടെ. എന്ന് പറയണേ പിന്നെ നമുക്ക് ആ പരിപാടിക്ക് ഇറങ്ങേണ്ട കാര്യമില്ലല്ലോ.
ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് അവന്റെ ആകെ സമ്പാദ്യം മൊത്തം ഇറക്കി അവൻ അത്രത്തോളം ഒരു ടൈമല്ല, നമ്മുടെ ആ ഒരു മനസ്സില്ലേ അതിലേക്ക് പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല. ഇയാൾക്ക് ഒരു കാര്യമില്ല, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, AC റൂമായിരിക്കും, അടുത്ത് ഫ്രണ്ടിൽ കമ്പ്യൂട്ടർ ആണ്. ചിലപ്പോൾ ഇയാൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ ഇയാൾക്ക് ജോലിയാണ് കിടക്കേണ്ടി വരില്ല, വെറുതെ ഒന്ന് നിയന്ത്രിച്ചാൽ മാത്രം മതിയാവും. 40 ലക്ഷം വർഷം വരുമാനം വരും. ഇയാളത് സ്വന്തം നാട്ടിൽ സ്വന്തം മണ്ണിൽ എന്തെങ്കിലും ചെയ്യണം. ചില ആളുകൾക്ക് അതൊരു അത്ഭുതമാവും. കാരണം ഇത്രയും പൈസ ഏൺ ചെയ്യുന്ന ഒരു വ്യക്തി ഈ ഒരു പരിപാടിക്ക് എന്തിന് ഇറങ്ങി ചെല്ലുന്നു തോന്നും. എല്ലാവർക്കും വ്യക്തിപരമായിട്ടുള്ള ഓരോ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൈസയേക്കാൾ വലുതായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ചില ആൾക്കാർക്ക് പൈസ മാത്രം പോരാ, അതായത് ജീവിക്കാൻ ആ ഒരു സന്തോഷം വേണം. നമ്മൾ എന്തിനു വേണ്ടി വന്നു, നമ്മൾ എവിടേക്ക് വന്നു, എവിടേക്ക് പോകുന്നു, അതിനിടയിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്തിനാ, അങ്ങനെ അർത്ഥം കിട്ടാത്തതും ഉത്തരം കിട്ടാത്തതുമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് മുന്നിൽ മാറ്റി നിൽക്കുമ്പോൾ അപ്പൊ ഇങ്ങനെ ഒരു വ്യക്തി അത് എന്താ പറയാ ആലോചിച്ചു ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ള അയാളുടെ മാത്രം ഒരു താല്പര്യം കൊണ്ടാണ്. പക്ഷെ അതിനുള്ള ഒരു സാഹചര്യം വേണ്ടി. പക്ഷെ വേറെ ഒരു സ്റ്റേറ്റിലും ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ലൈസൻസും വേണ്ട. പക്ഷെ നമ്മുടെ സ്റ്റേറ്റിൽ അങ്ങനെയല്ല. ആവശ്യത്തിനും ആവശ്യത്തിലധികത്തിനും ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ ലൈസൻസ് ആണ്. നല്ല തന്നെയാണ്. അതൊക്കെ ഇത് ചെയ്യുന്ന ആളുടെ നന്മയ്ക്ക് വേണ്ടി ആവണം, അല്ലാതെ അയാളുടെ തുടങ്ങണ സംരംഭം ഇല്ലാതെയാകാൻ വേണ്ടി ആവരുത് ഈ കാണുന്ന ലൈസൻസുകളെല്ലാം. അതിന് ബാക്കിയോട് കേട്ടിട്ട് വരാം നമുക്ക്. കൂടുതൽ പണം ചെലവഴിച്ച് എല്ലാ സൗകര്യവും ഒരുക്കി പരിശോധന നടത്തി മടങ്ങിയ ഉദ്യോഗസ്ഥൻ സ്ഥലം മാറിപ്പോയത് അടുത്ത വയ്യാവേലി. അടുത്ത വയ്യാവേലിയാണിത്. അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് പറഞ്ഞേ. അതിൽ ചെറിയൊരു പങ്കുണ്ട്. അതായത് ഞാനൊരു കമ്പനി തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അതിന്റെ എന്താ പറയാ റോ മെറ്റീരിയൽ എവിടെ നിന്നാണ് കിട്ടുന്നത് നോക്കി, അതിന്റെ അവൈലബിലിറ്റി എങ്ങനെയുണ്ട് നോക്കി, അതെങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. അതിന് പുറമെ ഇതുണ്ടാക്കുന്ന മെഷീനറി എവിടെ ഉണ്ടാക്കുന്നത്, അത് എവിടെയും റേറ്റ് കമ്മിയായി കിട്ടുന്നത് നോക്കി. അതെല്ലാം ഓക്കെ ആക്കി ഞാനൊരു ബാങ്കിനെ സമീപിച്ചു. ഈ ബാങ്കിലേക്ക് സമീപിച്ച് ഞാൻ ഇതെല്ലാം റിപ്പോർട്ട് സമർപ്പിച്ചു. അതായത് നമ്മുടെ വ്യവസായ വകുപ്പിൽ കൊണ്ടുപോയിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചു. പക്ഷേ ഈ സാറ് അന്ന് ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. ആ സാറിനകത്ത് നിർബന്ധിച്ച് എനിക്ക് ഇന്ന് തന്നെ സൈൻ ചെയ്ത് തരണം, സാറ് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമെന്ന് നിർബന്ധിച്ചിട്ടാണ് ആ സാറെ കൊണ്ട് ഞാൻ സൈൻ വാങ്ങിച്ചത്. അതും ആൾ സൈൻ ചെയ്തത് എന്താ പറയാ ഡിജിറ്റൽ സൈനാണ് ചെയ്തത്. ആളവിടെ ഉണ്ടായിരുന്നില്ല, പുറത്തായിരുന്നു. എന്നിട്ടും ഡിജിറ്റൽ സൈൻ. അതായത് വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. വ്യവസായ വകുപ്പിലുള്ള ഒരുപാട് ആൾക്കാരും നല്ല ആൾക്കാരാണ്. അവർക്ക് നമ്മൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്ന വ്യക്തികളാണ്. അവരെ കൊണ്ടൊന്നും യാതൊരു വിഷയമല്ല. പക്ഷെ ഇതിനു വേണ്ടി ഫണ്ട് തരുന്ന ബാങ്കുകൾ ഇതിനു വേണ്ടി എന്താ പറയുക എല്ലാം തയ്യാറാക്കി നമ്മൾ ഇതിന്റെ ഓഫീസറുടെ അടുത്ത് പോയിട്ട് ഓഫീസർ ഓക്കെ ആകാൻ പോകുന്ന നേരത്തായിരിക്കും ആൾക്ക് ട്രാൻസ്ഫർ കിട്ടുക. ആൾ പോയി കഴിഞ്ഞാൽ പുതിയതായിട്ട് വരുന്ന ആളുടെ അടുത്തും നമ്മൾ ഇതേ തന്നെ കൺവിൻസ് ചെയ്ത് ഈ സംഭവങ്ങൾ വീണ്ടും, അതായത് ഇത്രകാലം നമ്മൾ എത്ര കാലം നടന്നിട്ടാണോ ഈ സാറിനോട് നമ്മളൊന്ന് അപ്രോച്ച് ആയത് അത്രയും കാലം നടന്നിട്ട് വേണം പുതിയ സാറിനോട് അപ്രോച്ച് ആയത്. പക്ഷെ വേറെ കാര്യം, പുതിയ സാറ് വരുമ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ച് വന്നിട്ട് വേണം നമ്മളിലേക്ക് എത്താൻ. വീണ്ടും വൈകും. അപ്പൊ വീണ്ടും നമ്മൾ ഈ പരിപാടി വേണ്ടെന്ന് വയ്ക്കും. അങ്ങനെയും മുടങ്ങിപ്പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, അതായത് ഒരു പരിപാടി, അത് ഏതെങ്കിലും ഒരു പ്രൊജക്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ സാർ ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് പോവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവർക്കത് ചെയ്തു കൊടുക്കേണ്ട കാര്യമാണെങ്കിൽ ചെയ്തു കൊടുത്തതിന് ശേഷം ട്രാൻസ്ഫർ കൊടുക്കുക, അല്ലെങ്കിൽ അതിനൊരു ഉത്തരവ് ഇറക്കുക. അങ്ങനെ ഒരു കംപ്ലീറ്റ് ഏകദേശം ആയതിനൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അവിടെ പോയി ജോയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട്. ഇനിയുണ്ട് കേട്ടോ, കഴിച്ചിട്ടില്ല നമ്മുടെ നാട്ടിലെ അവസ്ഥ. ജൂൺ ജൂലൈ മുതൽ ക്ഷീരശ്രീ പറഞ്ഞിട്ട് ഒരു പോർട്ടലുണ്ട് സർക്കാരിൻ്റെ. അതിൽ കുറേ സ്കീംസ് വരും. ഇപ്പോൾ സബ്സിഡി മുഖാന്തരം വരുന്ന ലോണുകൾ, PMEGP ഇങ്ങനെയുള്ളതൊക്കെ ഈ ഒരു സീസണിലാണ് വരിക. ഇതൊക്കെ ക്ലോസ് ചെയ്യുന്നത് സെപ്റ്റംബറിലാണ്. ഞാൻ ഇനി 4 മാസം 120 ദിവസം പറഞ്ഞാൽ 4 മാസം വെയിറ്റ് ചെയ്താൽ സെപ്റ്റംബർ ആകുമ്പോഴേക്കും എല്ലാം ക്ലോസ് ആയി. 120 ദിവസത്തിന്റെ ഉള്ളിൽ ഇയാൾക്ക് ലൈസൻസ് കൊടുക്കാം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇയാൾ കുറച്ച് ലോണൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. PMEGP ഉണ്ട്, MMG നാനോ ഗ്രാൻഡ് യൂണിറ്റ് മണി അല്ല നാനോ യൂണിറ്റ് എന്നൊരു സംഭവം ഉണ്ട്. അതാണ് ഞാൻ എടുത്തോട്ടെ. MMG നാനോ യൂണിറ്റ് ആണ് ഞാൻ എടുത്തത്. സബ്സിഡി അല്ല, മറ്റേ സബ്സിഡിയോട് കൂടിയുള്ള ലോണാണ്. ഇനി നമുക്ക് സബ്സിഡി അതിന്റെ കിട്ടിയിട്ടില്ല. 3 മാസം 4 മാസം ചുരുങ്ങിയ 5 മാസം കൊണ്ട് കിട്ടുന്ന വിചാരിച്ചു. കിട്ടുന്നതൊക്കെയാണ് സാർമാര് പറഞ്ഞത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഞാൻ ഒരിക്കലും അവർ കുറ്റം പറയില്ല കേട്ടോ. ഇപ്പോഴും നമ്മുടെ രാഹുൽ സാർ, ആലത്തൂർ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന രാഹുൽ സാറിനെ ഞാൻ ഇന്നാളടക്കം വിളിച്ചോളൂ. എത്ര തിരക്കാണെങ്കിലും ഫോൺ അറ്റൻഡ് ചെയ്യും. എന്താ കാര്യം, എന്താണ് ചോദിക്കും. നമ്മളുടെ ഇതുപോലെ സബ്സിഡി വന്നിട്ടില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കട്ടെ, ഫണ്ട് വന്നാൽ ഉടനെ തന്നെ കിട്ടുന്നത്. അതായത് ഫണ്ട് കൊടുക്കുന്നത് ഗവൺമെന്റ് ആണ്. ഈ ഫണ്ട് വന്നാൽ മാത്രമേ നമുക്ക്, അതുമല്ല പ്രയോറിറ്റി ഉണ്ട്. എന്റെ മുന്നിൽ ഒരുപാട് പേര് കിടക്കുന്നുണ്ട്, എന്നിട്ടാണ് എനിക്ക് സബ്സിഡി കിട്ടാനായിട്ട്. എനിക്ക് ഇപ്പോഴും ഈ സബ്സിഡി കിട്ടിയിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഒരുപാട് കാര്യങ്ങൾ, അതായത് ലോൺ എമൗണ്ട് നല്ലൊരു എമൗണ്ട് കുറയും. അതും കാത്തിട്ടിരിക്കുകയാണ്.
ഞങ്ങളുടെ കുടുംബവും. അപ്പോൾ ഞാൻ ഇതിലൂടെ അതൊരു റിക്വസ്റ്റ് കൂടി ചെയ്യേണ്ടത്, ആരെങ്കിലും അധികാരികൾ കാണുകയാണെങ്കിൽ ആ സബ്സിഡിക്ക് ഒരു ഇതുണ്ടാകണ്ട. MMG നാനുണ്ട്, പിന്നെ മുദ്രാ ലോൺ ഉണ്ട്, പിന്നെ ഈ മറ്റേ മാർജിൻ മണി ഗ്രാൻഡ് ഞാൻ പറഞ്ഞു, പിന്നെ PMEGP. പക്ഷേ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ടോ, നമ്മൾ സാധാരണക്കാർക്ക് ഒരുപാട് പേർക്ക് ഇത് അറിയുന്നില്ല കേട്ടോ. നമ്മുടെ വ്യവസായ വകുപ്പിലുള്ള ഒരുപാട് നല്ല ഉദ്യോഗസ്ഥരുണ്ട്, അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാം, ഞാൻ തുടങ്ങാൻ പോകുന്ന സംരംഭം ഇതാണെന്ന് പറയാം, അതിനുള്ള വല്ല ലോൺ ഉണ്ടോ എന്ന് ചോദിക്കാം, അതിനുള്ള പേപ്പർ വർക്കുകളെല്ലാം അവരും ശരിയാക്കി തരും കേട്ടോ. നമ്മളൊന്ന് പുറത്തൊന്ന് കൊടുത്ത് പൈസ കളയണ്ട, അവർ തന്നെ എല്ലാ പേപ്പറും റെഡിയാക്കി തരും. ചിലപ്പോൾ 4 ദിവസം വൈകുന്നേ ഉള്ളൂ അവരെ തിരക്ക് കാരണം, എന്നാലും അവർ റെഡിയാക്കി തരും. എൻ്റെ എല്ലാ പേപ്പേഴ്സും ഈ ആലത്തൂർ താലൂക്ക് ഓഫീസിലുള്ള, സിവിൽ സ്റ്റേഷനിലുള്ള, വ്യവസായ വകുപ്പിലുള്ള ഒരുപാട് നല്ല സുഹൃത്തുക്കളെ പോലെ നമ്മളെ കൈകാര്യം ചെയ്യുന്ന സാർമാരാണ് ചെയ്തത്. ഇന്നും അവർ എന്നെ പുറത്തു വെച്ച് കാണുമ്പോഴും നല്ല രീതിക്കാണ് സംസാരിക്കാറ്. എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും നമ്മളെ ആദ്യം വിളിക്കും, എന്തൊരു മീറ്റിംഗ് ഉണ്ടെങ്കിലും അബുക്ക് അങ്ങനെ സംഭവം ഉണ്ട്, നിങ്ങൾ വരുമോ, അറ്റൻഡ് ചെയ്യണം, വന്നേ പറ്റൂ എന്ന് പറയും. പക്ഷെ നമ്മൾ ആ പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് ഒരുപാട് ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ നമ്മൾ അതിലൂടെ പഠിക്കുകയാണ്. അതായത് ടിപ്സുകൾ, കാര്യങ്ങൾ, ഇതുപോലെ വ്യവസായം ചെയ്തിരുന്ന ആൾക്കാർ, ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, അതിന്ന് ട്രാൻസ്ഫർ ആയ ആൾക്കാർ, അവരൊക്കെയാണ് നമുക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത്. അതിലൂടെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ വ്യവസായ വകുപ്പിൽ പോയിട്ട് ചോദിക്കുക, നിങ്ങൾ എല്ലാവരും അടുത്തുള്ള വ്യവസായ വകുപ്പിൽ ചോദിക്കുക എന്തെങ്കിലുമൊക്കെ സ്കീമുകളുള്ളതെന്ന്. എന്നാൽ ആ സ്കീമുകളനുസരിച്ചുള്ള പേപ്പേഴ്സ് എവിടെ കിട്ടുന്ന അവർ തന്നെ ചോദിക്കുക, അവരെന്നെ ശരിയാക്കി തരും, അവരെന്നെ എല്ലാം ഇതാക്കി തരും. നിങ്ങൾ അതിനു വേണ്ടിയുള്ള കുറച്ച് സമയം നിങ്ങൾ അതിനു വേണ്ടി മാറ്റി വെച്ചാൽ നിങ്ങൾക്കും ഒരു സംരംഭകനാകാം. നമുക്ക് ഇനി അടുത്തതൊന്ന് കേൾക്കാം. ഞാൻ എന്തായാലും ഇതിന്ന് പിന്നോട്ട് പോയില്ല. ഞാൻ എന്തൊക്കെ കടം വെച്ച് കഴിഞ്ഞാലും ഞാൻ ഇതിൽ പിടിച്ചു നിൽക്കും. എൻ്റെ ഒരു അനുഭവം ഇനി വേറൊരാൾക്ക് ഡീമോട്ടിവേഷൻ ആവരുത്. ധാരാളം റിസ്ക്കുകളാണ് ഇനി വരാൻ പോകുന്നതെന്ന് എനിക്കറിയാം. കാരണം ഞാൻ കണ്ണിലെ കരടായി മാറും പലരുടെയും. എത്ര ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇത് നടക്കും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. അയാൾ പറഞ്ഞത് ഏറ്റവും വലിയ സത്യം കേട്ടോ. നമ്മളിപ്പോൾ ഒരു ന്യൂസ് ചാനൽ ഏഷ്യൻ ന്യൂസിലാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇതുമായിട്ട് വല്ല ഓഫീസിൽ പോവുകയാണെങ്കിൽ അവർ ആദ്യം എടുത്ത് പറയും, മറ്റേ ന്യൂസ് കൊടുത്തവരാണ് കേട്ടാ, അതിന് വേഗം കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അടുത്ത ന്യൂസ് ചാനലിൽ ചിലപ്പോൾ അവൻ ഇവിടേക്ക് വിളിച്ചു വരുത്തും, നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അവൻ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമ്മളെ അവഹേളിക്കാനും കളിയാക്കാനും ഉള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷേ കടം വാങ്ങിയാണെങ്കിലും കടം ചെയ്താണെങ്കിലും എൻ്റെ ഈ പ്രവൃത്തി ഞാനത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കും. വേറൊരാൾക്കും ഞാൻ ഫ്ലോപ്പായി എന്ന് കരുതി അയാൾ ഒരു ഫാം നടത്തുകയോ ഒരു ബിസിനസ് നടത്തുകയോ ഒരു സംരംഭകനോ അതൊരു പ്രശ്നമായി മാറരുത്, അതൊരു വിലങ്ങ് തടിയായി മാറരുത് എന്നുള്ള ഇയാളുടെ ദൃഢനിശ്ചയമാണ് ഇയാളുടെ വിജയത്തിനുള്ള ഏറ്റവും വലിയ കാര്യം. അപ്പൊ എല്ലാവരും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അത് കറക്റ്റായിട്ട് നമ്മൾ അതിൽ ഫോളോ അപ്പ് ചെയ്യുക, അതിലേക്കുള്ള ഒരു പടി പോലും നമ്മൾ പുറകേക്ക് വെക്കാതെ മുന്നിലേക്ക് തന്നെ വെച്ച് പോകുക, തടകൾ നമ്മൾ തന്നെ നീക്കുക. അടുത്തത് കേട്ടു നോക്കാം കേട്ടോ. 1993 മോഹൻലാലിന്റെ മിഥുനം എന്ന സിനിമ പുറത്തിറങ്ങിയത്. അമ്മയുടെ പേരിൽ ഒരു ബിസ്ക്കറ്റ് ഫാക്ടറി തുടങ്ങി ജീവിതം പെരുവഴിയിലായ ഒരു സേതുമാധവന്റെ കഥയാണ് സിനിമ. വർഷം 33 കഴിഞ്ഞു. സിനിമയുടെ കഥയും തിരക്കഥയും ഒരുക്കിയ ശ്രീനിവാസൻ നമ്മെ വിട്ടുപോയി. കേരളത്തിൽ കഥ മാറുന്നില്ല. കേരളത്തിൽ കഥ മാറില്ല. ഇതുപോലത്തെ ഉദ്യോഗസ്ഥരുള്ളത്തോളം കാലം കേരളത്തിൽ കഥ മാറില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ, നമ്മുടെ വ്യവസായ വകുപ്പിൽ നല്ല ആൾക്കാരുണ്ടായിട്ട് കാര്യമില്ല, നമ്മുടെ പഞ്ചായത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു, മലിനീകരണ വകുപ്പിൽ ഉണ്ടാവണം, അങ്ങനെ എല്ലാ വകുപ്പിലും നല്ല ആൾക്കാരുണ്ടാവും. നല്ല ആൾക്കാർ മീൻസ് എന്താണെന്നറിയോ, പോയത് എടുത്ത് തരണം എന്നല്ല, അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അത് ജെനുവിൻ ആണെങ്കിൽ ചെയ്യാം. ഇയാള് ചെയ്യുന്ന ഈ ഭാഗത്തില്ലേ, അടുത്തെങ്കിലും വീടുകളില്ല, യാതൊരു പ്രശ്നങ്ങളില്ല. ഇയാൾ പിന്നെ മലിനീകരണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇയാൾ ചെയ്തിട്ടുണ്ട്. ബയോഗ്യാസ് എന്താ പറയാ, വളരെ ലാഭകരമല്ല എന്ന് പറഞ്ഞിട്ട് ചാണകം ഉണക്കി പൊടിച്ച് അതിനെ കൊണ്ട് കൊടുത്ത ലാഭം, അതായത് ഇയാൾ ഇതിനെ കുറിച്ച് നന്നായിട്ട് എൻക്വയറി ചെയ്തിട്ടുണ്ട്. അതിനുള്ള നോളജ് ഇയാൾക്കുണ്ട്. എല്ലാവർക്കും ഇതുകൊണ്ട് ഇങ്ങനെ ഒരു സംരംഭമായിട്ട് പോകുമ്പോൾ ഇത്രയ്ക്കും നോളജ് ഉണ്ടാകും, ഇതിനെ കുറിച്ച് ഇത്രയും പഠിക്കും എന്നുള്ള കാര്യം അറിയില്ല കേട്ടോ. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിലും പിടിവാശിയിലും ജീവിതം വഴിമുട്ടുന്ന സംരംഭകരുടെ കഥ തുടരുകയാണ്. അതന്നെ സത്യം. ഉദ്യോഗസ്ഥരുടെ വാശിയും അവഗണനയും നമ്മളൊരു പരിചരിക്കാത്തതുമാണ്, നമ്മുടെ കാര്യങ്ങൾ പഠിക്കാത്തതുമാണ് ഇവര് നമ്മൾക്കൊന്നും തരാതിരിക്കാനുള്ള മെയിൻ കാരണം. ഇതിനെക്കുറിച്ച് ഫുള്ളായിട്ടൊന്ന് പഠിക്കുകയെ അതിനു വേണ്ടിയുള്ള കാര്യം ചെയ്യുകയോ ചെയ്താൽ തീർച്ചയായിട്ടും ഇത് ചെയ്യും. പക്ഷെ ഇതിന്റെ ക്ലൈമാക്സ് സൂപ്പർ ആട്ടോ. നമുക്ക് നോക്കാം. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് അത് സംബന്ധിച്ച പുതിയ വിവരം. മുഖ്യമന്ത്രി നേരിട്ട് വിനോദിനെ ഫോണിൽ വിളിച്ചു. ലൈസൻസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആദിത്യൻ ഓമനക്കുട്ടൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. നമ്മുടെ സതീഷേട്ടൻ, നമ്മുടെ സ്വന്തം സതീഷേട്ടൻ, നമ്മുടെ മുഖ്യമന്ത്രി, അങ്ങനെ വിളിക്കുക, സതീഷേട്ടാന്ന് വിളിക്കുന്നത് ദേഷ്യം വരുമെന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും മുഖ്യമന്ത്രി സാറിനോട് ഒരുപാട് ഇതുണ്ട് കേട്ടോ. അതായത് പാർട്ടി നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ, ഒരിക്കലും ഒരു പാർട്ടി നോക്കിയിട്ടല്ല.
ഞങ്ങൾ എപ്പോഴും വ്യക്തിനെ നോക്കി ആ വ്യക്തിയല്ല, ആ ഒരു ചെയ്ത കാര്യം. ഇപ്പോ ഈ കണ്ട ന്യൂസ് എത്ര പേർക്ക് എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, എത്ര പേര് ഇത് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. മുഖ്യമന്ത്രി ഇത്രയും തിരക്കുള്ള ആള് ഈ ഒരു ന്യൂസ് കാണുകയും അയാളെ വിളിച്ച് സംസാരിച്ച് അയാൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യം കേട്ടോ. അപ്പോ ദാക്ഷായണി ബിസ്ക്കറ്റിലെ നമ്മുടെ ലാലേട്ടന്റെ സേതുമാധവനെ പോലെ ആകയില്ലല്ലോ നമ്മുടെ പാലക്കാട്ടിലെ വിനോദേട്ടൻ, എന്നാലും നമുക്ക് സന്തോഷിക്കാം. അപ്പോ അതിനൊരു ബിഗ് സല്യൂട്ട് നമ്മുടെ മുഖ്യമന്ത്രി സാറിന്. എന്തായാലും അത് അറിയിക്കുന്ന കേട്ടോ, തീർച്ചയായും അറിയിക്കുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് ആള് കാണാനും അത് ചെയ്തു കൊടുക്കാനും ഇത്രയും പെട്ടെന്ന് ചെയ്തു കൊടുത്തത് വളരെ നല്ലൊരു കാര്യമാണ്. അത് വിനോദേട്ടൻ തന്നെ പറയുന്നത്, നമുക്കത് കേട്ടിട്ട് വരാം. 40 ലക്ഷം രൂപ വർഷം വരുമാനം ലഭിക്കുന്ന ഒരു ജോലിയിൽ നിന്ന് ആ ജോലി ഉപേക്ഷിച്ചിട്ടാണ് നാട്ടിലൊരു സംരംഭം തുടങ്ങാൻ വിനോദ് ഇറങ്ങി തിരിച്ചത്. പക്ഷേ നമ്മുടെ ഉദ്യോഗസ്ഥരുടെയൊക്കെ മെല്ലെപ്പോക്കും പിടിവാശിയൊക്കെ കാരണം വിനോദ് പെരുവഴിയിലാകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പക്ഷേ അതിൽ ആശ്വാസകരമായ നടപടി ഉണ്ടായിരിക്കുകയാണ്. ഏറെ വൈകിയെങ്കിലും മുഖ്യമന്ത്രി ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്ത കണ്ട് ഇടപെട്ടിരിക്കുകയാണ്. വിനോദിനെ നേരിട്ട് ഫോണിൽ വിളിച്ച് ആൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു മീൻസ് എത്രയും പെട്ടെന്ന് ആക്കി തരാം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങളൊരു കമ്പനി തുടങ്ങി, അതിന് സബ്സിഡി ഉണ്ട്. സബ്സിഡി സ്കീമാണ് ഞാൻ എടുത്തത്, MMG മാർജിൻ മണി ഗ്രാന്റ് നാനോ യൂണിറ്റ്, അതാണ് എടുത്തത്. അപ്പൊ അതുപോലത്തെ ഒരുപാട് സ്കീമുകൾ നമ്മുടെ വ്യവസായ വകുപ്പിലുണ്ട്. നിങ്ങൾ എല്ലാവരും പോയി അന്വേഷിക്കുക, അതിനുവേണ്ടി കണ്ടെത്തുക, നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വ്യവസായങ്ങൾ സ്കീമുകൾ നിങ്ങൾ തുടങ്ങുക. ഇപ്പൊ 5 ലക്ഷം രൂപ യുവാക്കൾക്ക് ഇതില്ലാതെ, അതായത് പലിശരഹിത വായ്പ കൊടുക്കാം, നോ ഇൻട്രസ്റ്റ് നോ പലിശ എന്ന് പറഞ്ഞിട്ടൊരു വായ്പ വന്നിട്ടുണ്ട്. അത് ചാലുവായിട്ടുണ്ടോന്ന് അറിയത്തില്ല. തീർച്ചയായും നിങ്ങളത് എല്ലാവരും, നിങ്ങൾക്ക് എന്താണ് ജോലിയില്ല, ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കേണ്ട യാതൊരു കാര്യമില്ല. നമ്മുടെ ഗവൺമെന്റ് ഇപ്പോ നമ്മുടെ കൂടെ ഉണ്ട്. ഇതിന് മുന്നുള്ള ഗവൺമെന്റ് ഞാൻ കുറ്റം പറയല്ല. തീർച്ചയായും അവരുടെ കഴിവ് കേടല്ല, ഈ പറഞ്ഞ പോലെ അവരും കുറച്ച് ശ്രദ്ധിക്കണമായിരുന്നു. അതായത് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ 1 വർഷത്തോളമാണ് ഈ വിനോദ് വർണ്ണേട്ടൻ നടന്നത് കേട്ടോ. 1 വർഷം നടന്നു. അയാളുടെ ഉള്ള ജോലി കളഞ്ഞിട്ട് നമ്മുടെ സ്വന്തം നാട്ടിൽ എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹം കൊണ്ട് സ്വന്തം നാട്ടിൽ വന്നു. ഒന്നും നടന്നില്ല, 1 വർഷത്തോളം നടന്നു. ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഈ ന്യൂസ് എത്തിച്ച ഏഷ്യാനെറ്റ് ന്യൂസുകാർക്കും അതിന്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുകയാണ്. നമ്മുടെ VD സതീശൻ സാർക്കും അറിയിച്ചുകൊള്ളുകയാണ്. ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഇതുപോലെയുള്ള നല്ല വാർത്തകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്താൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു എന്ന് നിങ്ങളോട് അറിയിച്ചുകൊണ്ട് സൈനിങ് ഓഫ് അബു ഐഷു ഷോർട്സ്. ബൈ.